അരച്ച് എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ബദാം പരിപ്പാണ്. അരച്ച് അതിൻ്റെ കൂടെ പിന്നെ പൊടികളുടെ കൂട്ടത്തിൽ അരച്ച് ചേർക്കാൻ വേണ്ടി ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, അതേപോലെ ഉണക്കമുന്തിരി, ഇത് 4ഉം കൂടെ അരച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇതാണ് വാൾനട്ട് അറിയാമല്ലോ. ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, വാൾനട്ട് ഇത്രയും കൂടെ, പിന്നെ ഉണക്കമുന്തിരി ഇത്രയും കൂടെ ആ പൊടിമരുന്ന് കൂട്ടത്തിൽ അരച്ച് ചേർക്കും. ചേർക്കാൻ വേണ്ടി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും മുന്തിരിയും പിന്നെ വാൾനട്ടും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുവാണ് ചേർക്കാൻ വേണ്ടി, മിക്സ് ചെയ്ത് ചേർക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് സ്റ്റേജായി. ഇതിൻ്റെ ഉരുളി നിറച്ച് നമ്മൾ സാധനം വെച്ചാൽ അപ്പോൾ നമ്മൾ പറ്റിച്ച് അവസാന സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യും പിന്നെ തവിടെണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി ലാസ്റ്റ് മൂട്ടിലായി സാധനം. അത്രയും നമ്മൾ ഇവിടം തൊട്ട് സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടവർക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും. ഇവിടെ വെച്ച സാധനം ഈ മൂലക്ക് വരെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ പിന്നെ പറ്റി നമ്മുടെ ആവിയെല്ലാം തീർന്നതിന് ശേഷമാണ് നമ്മളിത് പിന്നെ നമ്മുടെ ഒരു ഉരുട്ടൽ പരുവമാകും. ഒന്ന് ഉരുട്ടെന്ന് കാണിച്ച് ഈ പരുവം എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ ലേഹ്യമായെന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തീർന്നു. ഇനി നമുക്ക് പാത്രത്തിൽ കോരി കഴിഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്, ചട്ടി ഒടിക്കൽ. ആ ചട്ടി ഒടിക്കലാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ള സ്ഥലം. സൂപ്പർ സാധനമാണ്.